മലയാളത്തിൽ തന്നെ ഒരു വ്യത്യസ്ത സിനിമയാണ് മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിലൂടെ ബറോസ് എന്ന 3D ചിത്രം ഒരു വ്യത്യസ്തമായ ഫാന്റസി ചിത്രം. കുട്ടികൾക്കായുള്ള സിനിമ വളരെ നാളായി മലയാള സിനിമയിൽ തന്നെ സംഭവിച്ചിട്ട് പല കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറഞ്ഞാലും അത് കുട്ടികൾക്ക് കാണേണ്ട സിനിമ ആയിരിക്കത്തില്ല. അത് അവരുടെ പേരൻസിന് കാണാൻ പറ്റിയ സിനിമകളായിരിക്കും കൂടുതലായും സംഭവിക്കുന്നത്. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാന്റസി സിനിമ അത് മോഹൻലാൽ തന്നെ ഒരുക്കി എത്തുകയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമാണോ അതോ മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുമോ എന്നതൊക്കെ ഈ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ വിശദമായി തന്നെ നമുക്കറിയാം. എന്നിരുന്നാലും ഈ ചിത്രം ഇറങ്ങിയപ്പോൾ വലിയൊരു വിവാദമുണ്ടായി. ചിത്രത്തിനെ പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ വരെ എത്തിയിരുന്നു പരാതികൾ. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, ഒരു ആശ്വാസ വാർത്ത തന്നെ എത്തിയിരിക്കുകയാണ്. ബറോസ് ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി തള്ളി എറണാകുളം ജില്ലാ കോടതി എത്തിയിരിക്കുന്നു എന്നതാണ്. 2008 പുറത്തിറങ്ങിയ മായ എന്ന തന്റെ നോവലിൽ നിന്നും കോപ്പിയടിച്ച കഥയാണ് ബറോസിന്റേത് എന്ന് ആരോപിച്ച് ജർമ്മൻ മലയാളിയായ ജോർജ് തുണ്ടിപ്പറമ്പിൽ ആണ് ഹർജി നൽകിയിരുന്നത്. 2018 പുറത്തിറങ്ങിയ ജിജോ പൊന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ദി കാമാസ് ട്രഷർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസ് ഒരുങ്ങുന്നത്. ജോർജ് തുണ്ടിപ്പറമ്പിൽ രചിച്ച മായ എന്ന നോവലിൽ കാപ്പിരി മുത്തപ്പനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലൊരു ഇറോട്ടിക് നോവലിനെ കുട്ടികളുടെ നോവലായ ബറോസുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലെന്ന് ബറോസ് ടീം കോടതിയിൽ വാദിച്ചു. പെൺകുട്ടിയുടെ കഥാപാത്രത്തിന് മാത്രമേ ഭൂതത്തെ കാണാൻ കഴിയുള്ളൂ, ഭൂതത്തിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാൻ കഴിയില്ല എന്നിവ തന്റെ നോവലിൽ നിന്നും കോപ്പിയടിച്ചതാണെന്നും മായയുടെ കഥാകൃത്ത് വാദിച്ചിരുന്നു. എന്നാൽ 1984 പുറത്തിറങ്ങിയ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ പോലും ഇക്കാര്യങ്ങൾ ഉണ്ടെന്നായിരുന്നു ജിജോ പൊന്നൂസിന്റെ മറുപടി. അതേസമയം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് ഡിസംബർ 25 തിയേറ്ററിൽ എത്തുന്നത്. ചിത്രത്തിൽ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് മോഹൻലാൽ വേഷമിടുന്നത്. എന്തായാലും ബറോസിനെതിരെ ഈ ഹർജിയൊക്കെ കൊടുക്കുമ്പോഴേ മനസ്സിലാകും ഒരു സൈഡിൽ ഫേമസ് ആകാനുള്ള പരിപാടിയാണെന്ന്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യവുമായി ബറോസിന് യാതൊരു ബന്ധവുമില്ല എന്നതും കോടതിയിൽ അവർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ട് ധൈര്യമായി തന്നെ കയറാം, ഇത് അവർക്കുള്ള സിനിമയാണ്. ഒപ്പം 3D വിസ്മയം ആസ്വദിക്കാനുള്ള ഒരു സുവർണാവസരവും. ഒരു റിയൽ 3D ഫാന്റസി പീരീഡ് ജോണറിൽ ഒരുങ്ങിയ സിനിമ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നു. 2 മണിക്കൂർ 34 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യമെന്നാണ് സൂചന. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. നിധി കാക്കുന്ന ഒരു ഭൂതവും ഒരു കൊച്ചുകുട്ടിയും അവരുടെ അത്ഭുത ലോകവും എല്ലാമായുള്ള സിനിമ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരു ക്രിസ്മസ് വിരുന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സന്തോഷ് ശിവൻ ക്യാമറ, സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു. സംവിധായകൻ TK രാജീവ് കുമാർ ക്രിയേറ്റീവ് ഹെഡാണ്. ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം.